ട്രാവൽ ബെല്ലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് വൈൻലാൻഡ് റെയിൽവേസിലാണ്. കുട്ടികൾക്കൊക്കെ പറ്റിയ ഒരു തീം പാർക്കാണിത്. ഇവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്കിത് കാണാം. കേപ്പ് ടൗണിൽ നിന്ന് 40 കിലോമീറ്റർ ട്രാവൽ ഡിസ്റ്റൻസ് ഉണ്ട് വൈൻലാൻഡ് റെയിൽവേസിലേക്ക്. N1 നിന്നും സ്റ്റെലൻബോഷിലേക്ക് പോകുന്ന വഴിക്ക് ജിറാഫ് ഹൗസിന്റെ തൊട്ടടുത്തായിട്ടാണ് ഈ വൈൻലാൻഡ് ലൈറ്റ് റെയിൽവേസ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ പോകുന്ന വഴിക്ക് നല്ല കാഴ്ചകളാണ് നമുക്ക് റോഡിന് ഇരുവശവും കാണാൻ സാധിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ മെയിൻ എൻട്രൻസ്. ഇതിലൂടെ നമ്മൾ കയറി ചെല്ലുന്ന ഒരു വിശാലമായ ഒരു പാർക്കിംഗ് ഏരിയയിലേക്കാണ്. അതിന് തൊട്ടടുത്ത് തന്നെയാണ് ടിക്കറ്റ് കൗണ്ടർ. ഇവിടെ ട്രെയിൻ റൈഡ് കൂടാതെ ഹോഴ്സ് റൈഡിങ്ങും ഉണ്ട്. പക്ഷെ അത് നമ്മൾ നേരത്തെ ബുക്ക് ചെയ്യണം. പ്രയർ ബുക്കിങ്ങിലൂടെ മാത്രമേ നമുക്ക് ഹോഴ്സ് റൈഡിങ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവിടുത്തെ എൻട്രൻസ് ഫീസ് സിംഗിൾ റൈഡിന് 50 റാൻഡും അൺലിമിറ്റഡ് റൈഡ്സിന് 100 റാൻഡുമാണ്. കുട്ടികളെയും കൊണ്ട് വരുന്നവർ 100 റാൻഡിൻ്റെ മൾട്ടിപ്പിൾ റൈഡ്സ് ആണ് എടുക്കുന്നത് ഏറ്റവും നല്ലത്. കാരണം സിംഗിൾ റൈഡ് കൊണ്ട് അവർ സാറ്റിസ്ഫൈ ആവത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കൂടുതൽ പ്രാവശ്യം നമ്മൾ എത്ര നേരം ഇതിനകത്ത് സ്റ്റേ ചെയ്യുന്നോ അത്രയും പ്രാവശ്യം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഈ ട്രെയിൻ റൈഡ് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് മൾട്ടിപ്പിൾ റൈഡ്സിൻ്റെ എടുക്കുവാണെങ്കിൽ അതായിരിക്കും കൂടുതലും നല്ലത്. നമ്മൾ ഒരുപാട് നേരം അവിടെ സ്പെൻഡ് ചെയ്യുന്നുണ്ട് എങ്കിൽ. 2019 വൈൻലാൻഡ് ലൈറ്റ് റെയിൽവേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ സമയത്ത് ഞങ്ങളിവിടെ വന്നപ്പോൾ ഇത് ഒരുപാട് ഡെവലപ്പ് ആയിട്ടില്ല. പിന്നെ പെട്ടെന്ന് കോവിഡിൻ്റെ ഇത് വന്ന് ഇത് ഫുൾ ക്ലോസ് ആയി. പിന്നെ വീണ്ടും അവരിപ്പോൾ അത് റീസ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. കാണുന്നതാണ് നമ്മുടെ ലൈറ്റ് റെയിൽവേസിലെ ട്രെയിൻ. ഇത് കൽക്കരി ഇട്ട് നമ്മുടെ പഴയകാല ട്രെയിനിൻ്റെ അതേ രീതിയിൽ തന്നെയാണ് ഇത് ഓടുന്നത്. ട്രെയിൻ റൈഡിൽ നല്ല കാഴ്ചകളാണ് നമുക്കുള്ളത്. ഈ ഫാമിൻ്റെ അകത്ത് തന്നെ അവർ പല ബ്രിഡ്ജുകൾ, ടണൽ ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കൂടെയൊക്കെയാണ് നമ്മൾ ഈ കുഞ്ഞ് ട്രെയിൻ പോകുന്നത്. കൂടാതെ ഇത് പോകുന്ന വഴിക്ക് അവർ അയൺ കൊണ്ട് ചില ആനിമൽസിൻ്റെ സ്റ്റാച്യൂസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ കാണാം. അത് പിള്ളേർ ഒരുപാട് എൻജോയ് ചെയ്യും. പിന്നെ ഇത് ഓപ്പൺ ആണ്, നമ്മളിങ്ങനെ അടച്ച് മുട്ടി അതിൻ്റെ അകത്തല്ല, ഓപ്പൺ ആണ്. അപ്പം
നല്ല കാറ്റും വെളിച്ചമൊക്കെ കണ്ട് ഈ സീനറികളൊക്കെ കണ്ട് നമുക്ക് ഇതിലൂടെ വളരെ സ്പീഡ് കുറഞ്ഞാണ് ഇത് പോകുന്നത്. അപ്പോൾ നമുക്കിതൊക്കെ ആസ്വദിച്ച് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. ഈ ഫാമിൽ പിക്നിക് അലൗഡ് ആയതുകൊണ്ട് തന്നെ ഇതിന് വിശാലമായ ഒരു മുറ്റമാണുള്ളത്. പിള്ളേർക്ക് ഓടിക്കളിക്കാനൊക്കെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. കൂടാതെ അവരുടെ തന്നെ ബോള്, ബാറ്റ്, അതുപോലെ തന്നെ ചെറിയൊരു പ്ലേ സ്റ്റേഷൻ ഇതെല്ലാം ഇതിനകത്തുണ്ട്. അപ്പോൾ ഒരു വൺ ഡേ പിക്നിക്കിന് വരുന്നവർക്ക് നന്നായി റിലാക്സ് ചെയ്യാൻ പറ്റും. കുട്ടികൾ സേഫ് ആയിരിക്കും ഇതിനകത്ത്. അവർക്ക് ഓടിക്കളിക്കാൻ ഇഷ്ടംപോലെ സ്ഥലവും ഉണ്ട്. ഈ കാണുന്നത് ഒരു ട്രാക്ടർ മ്യൂസിയമാണ്. ഇതിൽ പഴയകാലത്ത് 1940കളിൽ ഉപയോഗിച്ചിരുന്ന ട്രാക്ടർ തൊട്ട് പുതിയ ട്രാക്ടറുകളും അങ്ങനെ അതിൻ്റെ പ്രദർശനമാണ് ഇവിടെ ഉള്ളത്. കൂടാതെ അത് റിലേറ്റഡ് ആയിട്ടുള്ള അതിൻ്റെ പാർട്സ്, കാര്യങ്ങൾ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ മ്യൂസിയത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് മൈൻലാൻഡ് റെയിൽവേസിലെ കാഴ്ചകളും വിശേഷങ്ങളും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് ഞങ്ങൾ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.